ഓക്കെ, നമ്മളപ്പം 14.1 ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് 14.2 14.3 എടുക്കേണ്ടത്. അത് ഈ ഒരു വീഡിയോയിൽ തീർക്കാമെന്ന് കരുതുന്നു. അപ്പം 14.2 എന്ന് പറഞ്ഞാൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ നോൺ റെക്റ്റാങ്കുലർ റീജിയൻ ആണ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് നോൺ റെക്റ്റാങ്കുലർ റീജിയൻ വരുന്നതെന്ന് നോക്കാം. അപ്പം അതിനുവേണ്ടി നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻ്റഗ്രൽ എ ടു ബി ഇൻ്റഗ്രൽ സി ടു ഡി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ എന്നുള്ള രീതിയിലാണ് ചെയ്തു പോകുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം നോർമലി ഈ ഫങ്ഷൻസ് പ്രോബ്ലം എല്ലാം ചെയ്യുമ്പോൾ അത് 3 ഡയമെൻഷനാണ്. എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, ഇസഡ് ആക്സിസ് ഉണ്ട്. ഇപ്പോൾ എക്സ് വൈ പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മുടെ റീജിയൻ ഉണ്ടാകുന്നത്. റീജിയൻ ഡിഫൈൻ ചെയ്യുന്നത് അവിടെയാണ്. അപ്പം എയും ബിയും ഇങ്ങനെ എക്സ് ആക്സിൽ എയും ബിയും മാർക്ക് ചെയ്യുന്നു, വൈ ആക്സിൽ സിയും ഡിയും മാർക്ക് ചെയ്യുന്നു. അപ്പം ഇതിന് കോമൺ ആയിട്ട് വരുന്ന റീജിയനാണ് എ ബി ക്രോസ് സി ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി ഇൻ്റഗ്രൽ സി ടു ഡി എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ റെക്റ്റാങ്കുലർ റീജിയനിന് അപ്പം നമുക്ക് ആലോചിക്കുക, ഫംഗ്ഷൻ എവിടെയാണ് വരുന്നത്? ഫംഗ്ഷൻ ഇൻ എക്സ് ആൻഡ് വൈ ആണ്. ഓക്കെ, അപ്പോൾ എക്സ് ആൻഡ് വൈ ആകുമ്പോൾ അത് ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പം ഇസഡ് ആക്സിസ് മുകളിലോട്ട് വരും. അവിടെ ആണ് നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ അവിടെ വരുന്നത്. അപ്പോൾ ആ ഫംഗ്ഷൻ മുകളിലോട്ട് വരും. ആ ഫംഗ്ഷൻ മുകളിൽ വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന റീജിയനാണ്. ഈ റീജിയനിന് മുകളിലോട്ട് ആ ഫംഗ്ഷൻ എങ്ങനെയാണോ ഒരു പ്ലെയിനായിട്ട് വരുന്നത് അതിൻ്റെ അടിയിൽ വരുന്ന എക്സാക്ട്ലി ഫുൾ ഏരിയയാണ്, ആ വോളിയമാണ് നമുക്ക് വേണ്ടത്. എന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഈ റെക്റ്റാങ്കിൾ മുകളിലോട്ട് പോകുന്നു, ഒരു റെക്റ്റാങ്കുലർ ടാങ്ക് പോകുന്നു, അത് ആ ഫംഗ്ഷനെ വന്ന് മീറ്റ് ചെയ്യുന്നതാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇതായിരുന്നു റെക്റ്റാങ്കുലർ റീജിയൻ്റെ ഇൻ്റഗ്രേഷൻ വരുന്നത്. ഇനിയും നോൺ റെക്റ്റാങ്കുലർ റീജിയൻ്റെ ഇൻ്റഗ്രേഷനാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അത് ഒന്ന് എ ടു ബിയും ഒന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫിഗർ നോക്കുക. എക്സിൻ്റെ റേഞ്ച് എ മുതൽ ബി വരെ വരുന്നു. എക്സ് എ മുതൽ ബി വരെ വരുന്നു. വൈ സി മുതൽ ഡി വരെ, സി ടു ഡിക്ക് പകരം ഇവിടെ 2 ഫങ്ഷൻസാണ് തന്നിരിക്കുന്നത്. വൈ ഈക്വൽ ടു G1 ഓഫ് എക്സും വൈ ഈക്വൽ ടു G2 ഓഫ് എക്സും. അപ്പോൾ എക്സ് എ ടു ബിയും വൈ G1 ടു G2, G1നും G2നും ഇടയിലുള്ള റീജിയൻ. അപ്പോൾ നമ്മുടെ റീജിയൻ നേരത്തെ ഒരു റെക്റ്റാങ്കുലർ റീജിയൻ ആയിരുന്നു പഴയത്, അത് മാറി വേറൊരു റീജിയനാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. വേറൊരു ടൈപ്പ് ഓഫ് റീജിയനാണ് കിട്ടിയിരിക്കുന്നത്. ഈ റീജിയൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഈ റീജിയൻ G1 എന്നുള്ളത് മുകളിലുള്ളൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ വലിയ ഫംഗ്ഷൻ, G2 വലിയ ഫംഗ്ഷനും G1 ചെറിയ ഫംഗ്ഷനും, അതായത് G1 ≤ G2 ഓഫ് എക്സ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ 2 ഫംഗ്ഷൻ ഇടയിലുള്ള റീജിയൻ ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി, ആ റീജിയൻ എടുക്കുന്നു, അതാണ് നമ്മുടെ റീജിയനായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് ആ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പം ഇത് നോർമലി വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻസ് ഇതേപോലെ ഇൻ്റഗ്രൽ എ ടു ബി ഇൻ്റഗ്രൽ G1 ഓഫ് എക്സ് G2 ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ അത് വന്നു കഴിഞ്ഞു. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ സാധാരണ രീതിയിൽ ഉള്ളിലുള്ള ഫംഗ്ഷൻ, അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ ആ ഇൻ്റഗ്രേഷൻ ഫസ്റ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ G1 ടു G2 എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഫസ്റ്റ് ചെയ്യുന്നു. അതാണ് ഇവിടെ ബ്രാക്കറ്റിലിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിനെ ഇൻ്റഗ്രൽ എ ടു ബി ആ ഫംഗ്ഷൻ ആൻസർ ഡി എക്സ് എന്നുള്ള രീതിയിൽ സെക്കൻഡ് ചെയ്യുന്നു. ഇതേപോലെ തന്നെയാണ് വീണ്ടും ഈ രണ്ടാമത്തതും കൊടുത്തിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഓർഡർ ഇൻ്റഗ്രൽ ചേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഡി വൈ ഡി എക്സിന് പകരം ഡി എക്സ് ഡി വൈ കൊടുത്തിരിക്കുന്നു എന്നതേ ഉള്ളൂ. ഓക്കെ, അതും ഇതേപോലെ തന്നെ ഉള്ളിൽ കിടക്കുന്നതിനെ ഫസ്റ്റ് ചെയ്യുന്നു. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ മനസ്സിലായെങ്കിൽ നമുക്കിനിയും പ്രോബ്ലം ചെയ്തു തുടങ്ങാം. അത് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ജിയോമെട്രി പറഞ്ഞിരിക്കുന്നത്. പ്രോബ്ലം ചെയ്യാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അത്രയും അറിയേണ്ട ആവശ്യമില്ല, പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ പ്രോബ്ലം ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ -x to x² y² x dy dx എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇൻ്റഗ്രൽ 0 to 1 വന്നിരിക്കുന്നു -x to x² എന്ന് വെച്ചാൽ G1ഉം G2ഉം -xഉം x² ആയിട്ട് വന്നിരിക്കുന്നു. ഫംഗ്ഷനായിട്ട് y² x ആണ് വന്നിരിക്കുന്നത്. അപ്പം
ഇത് നമുക്ക് സാധാരണ രീതിയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന് പ്രത്യേകിച്ച് റൂളൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഇൻ്റഗ്രേഷൻ ചെയ്യുന്നു, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് നമ്പേഴ്സിന് പകരം ഫങ്ഷൻസ് വരുന്നു എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും അറിയേണ്ട ആവശ്യമില്ല ഈ പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുക, ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ -x to x² y² x dy എന്നുള്ള സാധനം ആദ്യം ചെയ്യുക. അതാണ് ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നത്. അത് ചെയ്യുമ്പോൾ y³ എന്ന് കിട്ടും. അപ്പോൾ അത് ചെയ്യാൻ നമുക്കറിയാം, ഓൾറെഡി അറിയാം എന്താണ് dy ആണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ dy ആയതുകൊണ്ട് y വേരിയബിൾ ആയിട്ട് എടുക്കുന്നു, x കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്താണ് ചെയ്തു പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ക്ലാസ്സിൽ ചെയ്തതുമാണ്, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിലോട്ട് കിടക്കുന്നില്ല. അത് ചെയ്യുക വിത്ത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അതായത് x² -x കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ കിട്ടും. ഈ ഫംഗ്ഷനെ വീണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുക, 1ഉം 0ഉം കൊടുക്കുക, 13/120 ആൻസർ കിട്ടും. ഓക്കെ, ഇതേപോലെ തന്നെ ബി എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, അതും ഇതേപോലെ ചെയ്യുക, ആൻസർ 7/48 കിട്ടും. നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. ഇനിയും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന റീജിയൻ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഇതാണ്. എന്താണ്, എക്സിൻ്റെ ലിമിറ്റ് വന്നിരിക്കുന്നത് 2 കോൺസ്റ്റൻ്റ് ആയിട്ട് a to b ആയിട്ടും വൈയുടെ ലിമിറ്റാണ് വന്നിരിക്കുന്നത് 2 ഫംഗ്ഷനായിട്ടും. അതിനെ ടൈപ്പ് 1 റീജിയൻ എന്നാണ് പറയുന്നത്. അതായത് എക്സ് ആണ് കോൺസ്റ്റൻ്റ് വന്നിരിക്കുന്നത്, വൈ ആണ് ഫങ്ഷൻസ് വന്നിരിക്കുന്നത്. ഇത് നേരെ തിരിച്ചായെങ്കിൽ, അതായത് നോക്കിയേ, ഇവിടെ നോക്കുമ്പം എന്താണ്, എക്സ് ആക്സിൽ വന്നിരിക്കുന്നത്, എക്സിൻ്റെ ലിമിറ്റായിട്ട് വന്നിരിക്കുന്നത് 2 ഫംഗ്ഷൻ h1 h2 ആണ് വന്നിരിക്കുന്നത്. അതേപോലെ വൈയുടെ ലിമിറ്റാണ് സിയും ഡിയുമായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ വന്നാൽ അതിനെ ടൈപ്പ് 2 റീജിയൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം 2 ടൈപ്പ് ഓഫ് റീജിയൻസ് ഉണ്ട്, ടൈപ്പ് 1 റീജിയനും ടൈപ്പ് 2 റീജിയനും. അപ്പോൾ ടൈപ്പ് 1 റീജിയൻ എന്താണെന്ന് ചോദിച്ചാൽ ഡെഫിനിഷനായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതി വെക്കണം. Type 1 region is bounded on the left and right by vertical lines x is equal to a and x is equal to b, and is bounded below and above by continuous curves y is equal to g1 of x and y equal to g2 of x, where g1 of x less than or equal to g2 of x for a less than or equal to x less than or equal to b. അതിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ടൈപ്പ് 2 റീജിയനും സിമിലർ മാനറിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നു, അതിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനിയും അടുത്ത തിയറം നോക്കുക. തിയറം 14.2.2 അത് പറയുന്നത്, ഈ ഫാർ ഈസ് എ ടൈപ്പ് 1 റീജിയൻ ഓൺ വിച്ച് f of x is continuous, then ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r f of x y dA എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റ് ബി. അത് നമ്മളിപ്പം പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ്, എയും ബിയും ടൈപ്പ് 1 ആണെങ്കിൽ എക്സിൻ്റെ അത് കോൺസ്റ്റൻറ്റ്, അതായത് എക്സിൻ്റെ വാല്യൂസ് എയും ബിയും ആയിട്ട് വരും. വൈയുടെ വേരിയേഷൻസ് g1 of x g2 of x എന്നുള്ള രീതി വരും. അതാണ് ഈ ഇക്വേഷൻ 3 ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ടൈപ്പ് 2 റീജിയൻ ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. അവിടെ എക്സ് നോക്കിയേ, എക്സിൻ്റെ ലിമിറ്റാണ് ഫങ്ഷൻസ്, വൈയുടെ ലിമിറ്റാണ് സിയും ഡിയും. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കുക. എക്സാമ്പിൾ 2. ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ 1 തന്നെയാണ്. അതായത് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് അതിൻ്റെ ഫിഗറാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ മാനുവൽ വേയിൽ നമ്മൾ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു ജിയോമെട്രിയാണ് അവർ അടുത്ത പേജിൽ കൊടുത്തിരിക്കുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നോക്കുക. അതായത് നമ്മുടെ ഫങ്ഷൻസ്, അതെന്താണെന്ന് ക്വസ്റ്റ്യൻ എന്താണെന്ന് ഒന്നും കൂടെ നോക്കുക. അതായത് ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ -x to x² y² x. അപ്പോൾ എക്സിൻ്റെ വേരിയേഷൻസ് 0 to 1, y ഇടത് -x to x². ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ നോക്കുക ഇവിടെ. ഇനി നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ എക്സ് നോക്കിയേ, എക്സ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈക്വൽ ടു 1 വരെയുള്ള 2 വെർട്ടിക്കൽ ലൈൻസിനിടയിലുള്ള 2 ഫങ്ഷൻസ്. ഇനി വൈയുടെ വേരിയേഷൻസ് ആണ് നോക്കിയേ. ഒന്നാമത്തത് ഈ ഫങ്ഷൻ, രണ്ടാമത്തത് ഈ ഫംഗ്ഷൻ. ഈ 2 ഫംഗ്ഷനിടയിൽ ഉള്ള വെർട്ടിക്കൽ ലൈൻസ് ആയിട്ടുള്ള x = 0യും x = 1നും ഇടയിലുള്ള ഈ റീജിയൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനാണ് സത്യത്തിൽ ആ ഡബിൾ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഇതിങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഏത് ടൈപ്പാണ്, ടൈപ്പ് 1 ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് ആൻസർ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഫിഗർ വരുന്നത്. ഇനി രണ്ടാമത്തത് നോക്കുക.
രണ്ടാമത്തത് ഇതേപോലെ തന്നെയാണ്. നോക്കിയേ, അപ്പോൾ അത് വൈയുടെ റേഞ്ച് 0 to π/3 0 to π/3 വരുന്നു. എക്സിൻ്റെ റേഞ്ച് 0 to cos y 0 to cos y എന്നുള്ളതാണ്. അപ്പം 0 to cos y എൻ്റെ ഇക്വേഷൻ ഇതേപോലെ. ഇപ്പം ഈ രണ്ട് ഫംഗ്ഷൻ ഇടയ്ക്കുള്ള വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ലൈനായിട്ടുള്ള 0ക്കും π/3ക്കും ഇടയിലുള്ള ഈ രണ്ട് ഫംഗ്ഷനും ഇടയിലുള്ള റീജിയനാണ് അവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ എക്സാമ്പിൾസ് ചെയ്തിട്ടുണ്ട്, അത് ചെയ്ത് നോക്കുക. എക്സാമ്പിൾ 3 നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പം നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ഈ പ്രോബ്ലംസ് എല്ലാം നോർമലി കൊടുത്തിരിക്കുന്നതാണ്. നമ്മളിപ്പം ഇൻ്റഗ്രേഷൻ ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇൻ്റഗ്രേഷൻ മാത്രമാണ് അറിയേണ്ടത്, അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ പറയുന്ന തിയറിയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. എക്സാമ്പിൾ 8 നോക്കുക. യൂസ് എ ഡബിൾ ഇൻ്റഗ്രൽ ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ആർ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ പരാബോള y = 1/2x² ആൻഡ് ദ ലൈൻ y = 2x. അപ്പം രണ്ട് ഫങ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പം ഇത് 1/2x² ഒന്നും വേറൊരെണ്ണം 2x-ഉമാണ്. അപ്പം ഇതിൻ്റെ തൊട്ട് മുന്നിലത്തെ പേജിൽ ഒരു പ്രോസസ്സ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കറിയാം, ഏതൊരു പ്രോബ്ലം തന്നാലും നമുക്കിപ്പം രണ്ട് ഇൻ്റഗ്രലാണ് വന്നിരിക്കുന്നത്. ഇൻ്റഗ്രൽ ഇപ്പോൾ a to bയും ഇൻ്റഗ്രൽ f1(x)ഉം f2(x)ഉം എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്യുമ്പം വലുത് മേളിൽ വരികയും ചെറിയ ഫംഗ്ഷൻ താഴെ വരികയും എന്നാലാണല്ലോ നമുക്ക് ആ രണ്ട് ഫംഗ്ഷന് ഇടയിലുള്ള റീജിയനായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. വലുതിൽ നിന്ന് ചെറുത് കുറച്ചാലാണല്ലോ നമുക്ക് ആ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ട് അതിനെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ആദ്യം ഏതെടുക്കണം എന്നുള്ളത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനൊരു പ്രോസസ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആദ്യം ഏത് ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രീവിയസ് സെക്ഷനിൽ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ഇപ്പം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ഫംഗ്ഷൻ, ഇപ്പം ഇവിടെ യൂസ് ഡബിൾ ഇൻ്റഗ്രൽ ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ആർ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ പരാബോള. പരാബോളയ്ക്കും ഈ ലൈനിലും ഇടയിലുള്ള റീജിയനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം എക്സിൻ്റെ റേഞ്ച് നമുക്കറിയില്ല, പിന്നെ ഫംഗ്ഷൻ ആദ്യം ഏതെടുക്കും രണ്ടാമത് ഏതെടുക്കും എന്നും അത് നമുക്കറിയില്ല. അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് ഇവരിവിടെ കൊടുത്തിരിക്കുന്നത് യൂസ് ഡബിൾ ഇൻ്റഗ്രൽ ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ പരാബോള y = x² ആൻഡ് ദ ലൈൻ y = 2x. അപ്പോൾ നാച്ചുറലി ഇത് ഒരു ലൈനാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്, രണ്ടാമത്തെ ഒരു പരാബോളയുമാണ്. അപ്പം ഈ രണ്ട് ഫങ്ഷൻസും ഈക്വൽ ആകുന്ന പോയിൻ്റാണ് എക്സിൻ്റെ ഒരു ലിമിറ്റ്, എക്സിൻ്റെ രണ്ടാമത്തെ ലിമിറ്റും രണ്ടാമത് ഈക്വൽ ആകുന്ന പോയിൻ്റാണ്. അതായത് ഈ രണ്ട് ഫങ്ഷൻസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രണ്ട് പോയിൻ്റുകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒന്ന് 0-ൽ നമുക്കറിയാം ഫങ്ഷൻ എന്തൊക്കെയായിരുന്നു, 1/2x² ആയിരുന്നു. 1/2x²ൽ 0-ൽ ആ ഫംഗ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ y = 2x ആണ്. അപ്പോൾ രണ്ട് ഫംഗ്ഷനും 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷന് 0 കിട്ടും. അപ്പം രണ്ട് ഫംഗ്ഷനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റ് 0 രണ്ടാമത്തെ പോയിൻ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, അതിനെ തമ്മിൽ അത് ഈക്വൽ ആകുന്ന പോയിൻ്റ് ആണല്ലോ, ആ പോയിൻ്റ് കണ്ടുപിടിക്കാൻ 1/2x² = 2x എന്ന് എടുത്താൽ മതി. ഇപ്പോൾ x ക്യാൻസൽ ആകുന്നു, 1/2x = 2 എന്ന് കിട്ടും, അല്ലെങ്കിൽ x = 4 എന്ന് നമുക്കിവിടെ കിട്ടും.
അപ്പം 0 4 x = 4 എന്ന് കിട്ടും. അപ്പോൾ 0 മുതൽ 4 വരെ, അതായത് 0യിലും 4ലും ഈ രണ്ട് ഫംഗ്ഷൻസ് ഈക്വൽ ആകുന്നു എന്ന് വെച്ചാൽ 0യിലും 4ലും ഈ രണ്ട് ഫംഗ്ഷൻ ഈക്വൽ ആകുന്നു എന്ന് വെച്ചാൽ അതിവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻ പോയിന്റുകളിൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനിയും ഇൻ ബിറ്റ്വീൻ ഈ ഫംഗ്ഷൻ്റെ ഇടയിലുള്ള റീജിയനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയറാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തത്. ഇനി നമുക്ക് വേണ്ടത് 0 മുതൽ 4 വരെയാണല്ലോ. 0 മുതൽ 4 വരെ ആകുമ്പോൾ നമ്മൾ ഈ 0യ്ക്കും 4നും ഇടയിലുള്ളൊരു വെർട്ടിക്കൽ ലൈൻ ഇവിടെ വരയ്ക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ 0യ്ക്കും 4നും ഇടയിലുള്ളൊരു പോയിന്റ് എടുക്കുക. 0യ്ക്ക് 4 വേണമെങ്കിൽ 2 ആകാം. ഓക്കെ, 2 എന്ന് പറഞ്ഞ് പോയിന്റ് എടുക്കുക. 2 ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഒന്നാമത്തെ ഫംഗ്ഷനായിട്ടുള്ള 1/2 x² 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എന്ത് പറ്റും? 1/2 × 2ൻ്റെ സ്ക്വയർ 4, 4ൻ്റെ 2, അപ്പോൾ 2 എന്ന് കിട്ടും. അപ്പം ഒന്നാമത്തെ ഫംഗ്ഷനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ 2 എന്ന് കിട്ടി. അതായത് 1/2 x² ഇട്ട് കൊടുക്കുമ്പോൾ 2 കിട്ടി. രണ്ടാമത്തതിനകത്ത് ഇട്ട് കൊടുക്കുമ്പം 2 × 2 എന്ന് വെച്ചാൽ 4 കിട്ടി. അപ്പം 2x ആണ് വലിയ ഫംഗ്ഷൻ എന്ന് മനസ്സിലാക്കുക. 2x ആണ് വലുത്. 2x ആണ് വലിയ ഫംഗ്ഷൻ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം 1/2 x ആണ് വലുത് എന്ന് മനസ്സിലാക്കുക. 1 സെക്കൻഡ്. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് 1/2 x ആണ് വലുത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം 1/2 x ആണ് മുകളിൽ വരുന്നത്. അതേപോലെ തന്നെ പരാബോള താഴെയുമാണെന്ന് മനസ്സിലാക്കുക. അപ്പം മുകളിലത്തെ ഫംഗ്ഷൻ അങ്ങനെ നമ്മൾ ചൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഫങ്ഷൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പം ഏരിയ ഓഫ് ദ റീജിയൻ R = ഡബിൾ ഇൻറ്റഗ്രൽ, അതായത് 0 to 4 കൊടുത്തു. നമ്മളത് 2 പോയിൻറ്റ് കണ്ടുപിടിച്ചതാണ്. പിന്നെ x²/2 ചെറിയ ഫംഗ്ഷനാണെന്ന് കണ്ടുപിടിച്ചു. അതുകൊണ്ട് x²/2 താഴത്തെ ലിമിറ്റായിട്ടും 2x എന്നുള്ളത് മേളത്തെ ലിമിറ്റായിട്ടും കൊടുത്തു. അത് നമ്മളിപ്പം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഏറ്റവും വലിയ വാല്യൂസ് കിട്ടുന്ന ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ടാണ് 2x മുകളിൽ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ അത് 2 കാര്യങ്ങൾ ചെയ്തു. പിന്നെ നമ്മൾ dy/dx. ഓക്കെ, അപ്പം അവിടെ പ്രത്യേകിച്ചൊന്നും ഫംഗ്ഷൻ ഇല്ല. അപ്പം dy/dx എന്നുള്ള രീതിയിലാണ് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഫൈനൽ ആൻസറാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണ്? എക്സിൻ്റെ ലിമിറ്റ് ടൈപ്പ് 1 റീജിയനായിട്ടാണ് ഇത് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇത് തന്നെ ടൈപ്പ് 2 ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് അവർ രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ മാത്രം അത് നോക്കുക. ഇനി അടുത്തത് ഡബിൾ ഇൻറ്റഗ്രൽസ് ഇൻ പോളാർ കോർഡിനേറ്റ് ആണ്. പോളാർ കോർഡിനേറ്റിൽ എങ്ങനെ ഈ ഡബിൾ ഇൻറ്റഗ്രേഷൻ ചെയ്യാം എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഇവിടെ ചെയ്തതുപോലെ തന്നെയാണ് പോളാർ കോർഡിനേറ്റ് ആകുമ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് എക്സ് പോളാറിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ x = r cos തീറ്റയും y = r sin തീറ്റയുമാണ്. അതായത് നമ്മൾ എക്സിലും വൈയിലുള്ള ഒരു ഫംഗ്ഷൻ വരുമ്പോൾ എക്സിന് r cos തീറ്റയെന്നും വൈക്ക് r sin തീറ്റയും എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. ഇവ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ x² + y² = r² ആണെന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ റെക്ടാങ്കുലർ കോർഡിനേറ്റിലുള്ള ഏതൊരു ഫംഗ്ഷനെ പോയിൻറ്റിനെ ഡബിൾ ഇൻറ്റഗ്രേഷനെ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് പോളാർ കോർഡിനേറ്റിലോട്ട് മാറ്റാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഇനിയും എങ്ങനെയാണ് ഇതിവിടെ ഇൻറ്റഗ്രേഷൻ വരുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഫിഗർ നോക്കിയാൽ മതി. നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇൻറ്റഗ്രൽ a to b ഇൻറ്റഗ്രൽ f1 ഇൻറ്റഗ്രൽ f2 f(x(y) dx dy എന്നുള്ള രീതിയിലാണല്ലോ പോയിക്കൊണ്ടിരുന്നത്. അതായത് എക്സിൻ്റെ ലിമിറ്റ് 2 കോൺസ്റ്റൻ്റ് ആയിട്ടും വൈയുടെ ലിമിറ്റ് വന്നിരിക്കുന്നത് 2 ഫങ്ഷൻസ് ആയിട്ടുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മളിവിടെ സാധാരണ റെക്റ്റാങ്കുലർ കോർഡിനേറ്റിൽ ഏതൊരു പോയിൻ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്?
ആർ തീറ്റ ആയിട്ടാണ് പോയിൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ആർ തീറ്റ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ആർ എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്നുള്ള ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റേഡിയസ് എത്രയാണോ അതാണ് ആർ എന്ന് പറയുന്നത്. ഈ ലൈൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ എന്നും പറയുന്നു. അപ്പോൾ ആറും തീറ്റയും ഉണ്ടെങ്കിൽ ഏതൊരു പോയിൻറ്റിനെയും എക്സിനെയും വൈയെയും നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എക്സ് വൈ എന്നുള്ളൊരു പോയിൻറ്റിനെ നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും? ആർ തീറ്റ എന്ന് മാർക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ ആറ് ഡിസ്റ്റൻസിൽ, ഒറിജിനിൽ നിന്ന് 6 ഡിസ്റ്റൻസ് തീറ്റ ആംഗിളിൽ വരുന്ന പോയിൻറ്റിനെയാണ് നമുക്ക് ആർ തീറ്റ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ്, തീറ്റ ആയിട്ട് 2 പോയിൻറ്റുകൾ തന്നിട്ടുണ്ട്. തീറ്റ എന്ന് പറഞ്ഞാൽ ഇതാണ് എക്സ് ആക്സിൽ നിന്ന് ഒന്നാമത്തെ തീറ്റ ഈക്വൽ ടു ആൽഫ ആയിട്ട്, അതായത് ഒറിജിനിൽ നിന്ന് ഒരു പോയിൻ്റ്, ഒരു ആംഗിൾ തന്നിരിക്കുന്നു. ഒന്നാമത്തെ ആംഗിളാണ് ആൽഫ എന്ന് പറയുന്നത്. അപ്പം ഒറിജിനിൽ നിന്ന് ഇവിടാണ് ആൽഫ ആംഗിൾ വന്നിരിക്കുന്നത്. ഇതാണ് ആൽഫ ആംഗിൾ. അപ്പം എന്താണ്, നമുക്കൊരു ലൈൻ കിട്ടും. മനസ്സിലായോ? ആ തീറ്റ ആംഗിളിൽ ഒറിജിനിൽ നിന്ന് പോകുന്ന ലൈൻ വരയ്ക്കുക. ഇനിയും തീറ്റ ആയിട്ട് ബീറ്റയും തന്നിരിക്കുന്നു. അപ്പോൾ ഇതാണ് ബീറ്റ. അപ്പം ഈ അടുത്ത ലൈനും കിട്ടും. അപ്പോൾ തീറ്റ ഈക്വൽ ബീറ്റയും കിട്ടി. അപ്പോൾ ഒറിജിനിൽ നിന്ന് 2 ആംഗിളുകൾ കിട്ടി. ഈ 2 ആംഗിളുകൾ വെച്ച് നമുക്ക് 2 ലൈൻസ് വരയ്ക്കാൻ പറ്റും. മനസ്സിലായോ? ഒറിജിനിൽ നിന്ന് പോകുന്ന 2 റേകൾ കിട്ടി. അപ്പം ഈ റേകൾ കിട്ടിയെങ്കിൽ ഇനിയും നമുക്ക് 2 ഫംഗ്ഷൻസ് ആണല്ലോ വേണ്ടത്. അതായത് എക്സിൻ്റെ ലിമിറ്റ് നമ്മൾ 2 കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കുന്നതിന് പോലെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതവിടെ 2 ആംഗിളുകൾ തന്നിരിക്കുന്നു. ഈ 2 ആംഗിളുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 2 റേകൾ വരച്ചു. അപ്പോൾ ഈ 2 റേകൾക്കിടയിലുള്ള റീജിയനാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ വ്യത്യാസമുണ്ട്. 2 റേകൾക്കിടയിലുള്ള 2 ഫംഗ്ഷൻസും കൂടെ ഉണ്ട്. അപ്പോൾ നേരത്തെ കഴിഞ്ഞതിന് ഇതേപോലെ തന്നെയാണ് ഫംഗ്ഷനായിരുന്നു. അപ്പോൾ 2 ഫംഗ്ഷൻസിന് ഇടയിലുള്ള റീജിയൻ ഇവിടെ അതേപോലെ തന്നെ 2 ഫംഗ്ഷനുണ്ട്. പക്ഷേ ഫംഗ്ഷൻസ് തന്നിരിക്കുന്നത് പോളാർ കോർഡിനേറ്റിനാണ് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പം പോളാർ കോർഡിനേറ്റിലുള്ള 2 ഫംഗ്ഷൻ R1ഉം R2ഉം. അപ്പോൾ R1 ഇതാണ്, R1 ആയിട്ടൊരു ഫംഗ്ഷൻ വരും, R2 ആയിട്ടൊരു ഫംഗ്ഷൻ വരും. അപ്പോൾ നോക്കിയേ, ഈ 2 റേകൾക്കിടയിലുള്ള ഈ 2 ഫംഗ്ഷൻസിനും ഇടയിലുള്ള ഈ ഒരു റീജിയനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഈ ഡബിൾ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പം ഈ റീജിയൻ കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണത് വരുന്നത്. അപ്പോൾ അത് എങ്ങനെ പ്രോബ്ലം ചെയ്ത് നോക്കാം എന്നുള്ളത് നമുക്ക് അടുത്ത് നോക്കാം. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അപ്പം ഡെഫിനിഷൻ ഇവിടെ കിടക്കുന്നു. എ സിമ്പിൾ പോളാർ റീജിയൻ in a polar coordinate system is a region that is enclosed between 2 rays, theta is equal to alpha and theta is equal to beta, and 2 continuous polar curves, r is equal to r1 of theta and r is equal to r2 of theta, where the equations of the rays and the polar curves satisfying the following condition, alpha less than or equal to beta. അങ്ങനെയാണല്ലോ. അതായത് ഒന്നാമത്തെ ആംഗിൾ, രണ്ടാമത്തെ ആംഗിളാണ് വലുത്. അപ്പോൾ ആൽഫ ലെസ് തൻ ഓർ ഈക്വൽ ടു ബീറ്റ ആൻഡ് ബീറ്റ മൈനസ് ആൽഫ ലെസ് തൻ ഓർ ഈക്വൽ ടു 2π ആകണം. എന്തുകൊണ്ടാണ് 2π ആകുന്നത്? 2π എന്ന് പറഞ്ഞാൽ ഒരു എക്സ് വൈ പ്ലെയിനിൽ ഫുൾ ആംഗിൾ വരുന്നത് 2π ആണ്. അപ്പോൾ 2πയേക്കാൾ കൂടാൻ പാടില്ലല്ലോ. മനസ്സിലായോ? ഒരു ലൈനിലുള്ള ആംഗിൾ 180 ഡിഗ്രിയാണ്. അപ്പം ഒരു എക്സ് വൈ ഫുൾ പ്ലെയിനിൽ വരുമ്പോൾ അത് 360 ഡിഗ്രിയാണ് അവിടെ വരുന്നത്. അപ്പം 360 ഡിഗ്രിയേക്കാൾ കൂടാൻ പറ്റില്ല ഈ ആംഗിളുകൾ തമ്മിലുള്ള ഡിഫറൻസ്. അതാണ് ബീറ്റ മൈനസ് ആൽഫ എന്ന് പറയുന്നത് ലെസ് താൻ ഈക്വൽ ടു 2π എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ R1 ലെസ് താൻ ഈക്വൽ ടു R2 ആണ്. ഓക്കെ, അതായത് 0യേക്കാൾ പോസിറ്റീവ് ആയിരിക്കണം ഫംഗ്ഷൻസ്. അതുകൊണ്ട് 0 ലെസ് താൻ ഈക്വൽ ടു R1 ഓഫ് തീറ്റ ലെസ് താൻ ഈക്വൽ ടു R2 ഓഫ് തീറ്റ എന്നുള്ളതാണ് കണ്ടീഷൻ. അത്രയേ ഉള്ളൂ. അതാണ് ഡെഫിനേഷനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനിയും ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച ഡെഫിനേഷൻ തന്നെയാണ് ഇവിടെയും. എന്താണ്? ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് ആർ തീറ്റ. മറ്റേത് എഫ് ഓഫ് എക്സ് വൈക്ക് പകരം ഇവിടെ ആർ തീറ്റ എന്ന് വരുന്നത് മാത്രമേ ഉള്ളൂ. ലിമിറ്റ് കൊടുക്കുന്നതും അതേപോലെ തന്നെ. ലിമിറ്റ് എൻഡൻസ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ എഫ് ഓഫ് ആർ കെ സ്റ്റാർ തീറ്റ കെ സ്റ്റാർ ഡെൽറ്റ എ കെ എല്ലാം പ്രീവിയസ് ആയിട്ടുള്ള രീതിയിൽ തന്നെ. എന്നാൽ ചെറിയൊരു വ്യത്യാസം മാത്രം, എക്സ് വൈ മാറി ആർ തീറ്റ ആകുന്നു എന്ന് മാത്രമുള്ള വ്യത്യാസമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിമാണ്. ക്വസ്റ്റ്യൻ ചെയ്യുന്നതും സെയിമാണ്. അപ്പം തിയറം നോക്കുക. തിയറം 14.3.3, അതായത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് ആർ തീറ്റ ഡി എ എന്ന് പറയുന്ന സത്യത്തിൽ എന്താണ്? ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ ഇൻ്റഗ്രൽ R1 ഓഫ് തീറ്റ R2 ഓഫ് തീറ്റ എഫ് ഓഫ് ആർ തീറ്റ ആർ ഇൻറ്റു ഡി ആർ ഡി തീറ്റ എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെയാണ് പ്രോബ്ലം വരുന്നത്. ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ്. എഫ് ഓഫ് ഇൻ്റഗ്രൽ ആൽഫ ടു ബീറ്റ ഇൻ്റഗ്രൽ R1 R2 എഫ് ഓഫ് ആർ തീറ്റ ആർ ഇൻറ്റു ഡി ആർ ഡി തീറ്റ എന്നുള്ള രീതിയിലാണ് ഡെഫിനിഷൻ വരുന്നത്. അപ്പോൾ നമുക്കിത് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കുക.
ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ ദ റീജിയൻ ആർ സൈൻ തീറ്റ ഡി എ എന്നുള്ളതാണ്. ഓക്കെ, വേർ ആർ ഈസ് ദ റീജിയൻ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ ആർ ഇസ് ഈക്വൽ ടു 2 ആൻഡ് ഇൻസൈഡ് ദ കാർഡിയോയിഡ് ആർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. എന്ന് വെച്ചാൽ അവരുദ്ദേശിക്കുന്നത് എന്താണ്? സിമ്പിളായിട്ടൊന്ന് വായിച്ച് നോക്കുക. ആർ എന്നുള്ള റീജിയൻ എന്താണെന്ന് മനസ്സിലാക്കുക. ഒന്നാമത്തെ ക്വാഡ്രൻറ്റിലുള്ള ഒരു റീജിയൻ ആണെന്നാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്താണ്, ഒന്നാമത്തെ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടുത്തെ ആംഗിൾ എത്രയാണ്? നമ്മളിപ്പം ക്വാഡ്രൻറ്റ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ ക്വാഡ്രൻറ്റ് വരയ്ക്കുമ്പം ഇത് ഒന്നാമത്തെ റീജിയൻ, ഇത് 2, ഇത് 3, 4 എന്നാണല്ലോ വരയ്ക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ റീജിയൻ എന്ന് പറയുന്നത് തീറ്റ ഈസ് ഈക്വൽ ടു 0 മുതൽ തീറ്റ ഈക്വൽ ടു π/2 വരുന്ന റീജിയനാണ്. 0 മുതൽ π/2 വരെ വരുന്ന ആംഗിൾ വരുന്ന റീജിയനെയാണ് ഒന്നാമത്തെ റീജിയൻ, ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ എന്താണ്, ഒന്നാമത്തെ എക്സിൻ്റെ റേഞ്ചിന് പോലെ നമ്മൾ കണ്ടുപിടിക്കുന്ന തീറ്റയുടെ 2 രേഖകളുണ്ടല്ലോ, അതെന്ന് പറയുന്നത് 0 to π/2 ആണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണ് അത് ഫിക്സ് ചെയ്യുന്നത്. ഇനിയും നമുക്ക് അടുത്തത് വേണം, ആ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് വേണം. അപ്പോൾ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ, അതായത് 2 സർക്കിളാണ്. ഒന്ന് ആർ ഈക്വൽ ടു എന്താണ് റേഡിയസ് 2 ആകുന്ന ഒരു സർക്കിളും, അതേപോലെ തന്നെ വേറൊരു കാർഡിയോയിഡ് എന്നുള്ള ആ ഒരു ഇതാണ് 2 ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ എന്നുള്ള രീതി വരുന്നതാണ്. അതിൻ്റെ ഇമേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇതാണ് സർക്കിൾ വന്നിരിക്കുന്നത്, ഇതാണ് രണ്ടാമത്തെ ഫിഗർ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതിന് ഇടയിലുള്ള റീജിയനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിനെ ഇൻ്റഗ്രേഷനാക്കി മാറ്റുന്നത് ഇങ്ങനെയാണ്. ഒന്നാമത്തെ ഇൻ്റഗ്രൽ 0 to π/2 വരുന്നു, രണ്ടാമത്തെ ഇൻ്റഗ്രൽ 2 ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ എന്നും വരുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് 2 ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ എന്ന് പറയുന്നത്? ഒന്നാമത്തെ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താണ്, x² പ്ലസ് ആ റേഡിയസ് 2 ആയിട്ടുള്ള ഫംഗ്ഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം r ഈക്വൽ ടു 2 ആണ്. അപ്പം r ഈക്വൽ ടു 2 ആണ് ഒന്നാമത്തെ ഫംഗ്ഷനായിട്ട് കൊടുക്കുന്നത്. ഇനിയും r ഈക്വൽ ടു 2 ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റയാണ് നമ്മുടെ രണ്ടാമത്തതായിട്ട് കൊടുക്കുന്നത്. അതായത് നമ്മളവിടെ നേരത്തെ സാധാരണ y ഈക്വൽ ടു f(x) എന്ന് കൊടുക്കത്തില്ലേ. അപ്പോൾ ഒന്നാമത്തെ y ആണ് g1(x), രണ്ടാമത്തെ y ആണ് g2(x) എന്ന് പറയുന്നത് പോലെ ഇവിടെ ആറിലാണ് വരുന്നത്. r ഈക്വൽ ടു എന്തൊക്കെയാണ് എന്നുള്ളതാണ് എടുത്ത് എഴുതേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ഫംഗ്ഷൻ r ഈക്വൽ ടു 2 ആണ്, രണ്ടാമത്തെ ഫംഗ്ഷൻ r ഈക്വൽ ടു 2 ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ലിമിറ്റുകൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനിയും എന്ത് ചെയ്താൽ മതി, ഫംഗ്ഷൻ എന്താണ് നമ്മുടെ സൈൻ തീറ്റ ഇൻറ്റു ആർ dr d തീറ്റ. സൈൻ തീറ്റ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് കണ്ടോ, സൈൻ തീറ്റയാണ് ചെയ്യേണ്ടത്. അപ്പം ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആറ് സൈൻ തീറ്റ. അപ്പോൾ സൈൻ തീറ്റ അവിടെ വന്നു. ഇനിയും ഡബിൾ ഇൻ്റഗ്രൽ ചെയ്യുമ്പം ഇൻറ്റു ഒരു 6 കൊടുക്കണം എന്ന് നമ്മളിവിടെ എന്താണ് കൊടുത്തു. വേണ്ടേ, ഇങ്ങനെയാണ് അത് കൊടുക്കേണ്ടത്. f(r) തീറ്റ ഫസ്റ്റ് കൊടുക്കണം, അതിനുശേഷം 6 കൊടുക്കണം, പിന്നെ dr d തീറ്റ എന്നുള്ള രീതിയിലാണ്. അപ്പം ആ ഡെഫിനിഷൻ അനുസരിച്ച് നമ്മൾ കൊടുക്കുമ്പം അവിടെ ഒരു 6 കൊടുക്കണം. അപ്പം സൈൻ തീറ്റ കഴിഞ്ഞ് 6 കൊടുക്കുന്നു, dr d തീറ്റ കൊടുക്കുന്നു. ഓക്കെ, അപ്പം അത്രയും കൊടുത്തു. അപ്പോൾ ഇനി നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. സാധാരണ രീതിയിൽ ഇൻ്റഗ്രേഷൻ ചെയ്യുക, സാധാരണ രീതിയിൽ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് കൊടുക്കുക. മനസ്സിലായോ? ഒന്നും അറിയാനില്ല. സാധാരണ രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എന്താണ് dr വരുന്നു. അപ്പം നമ്മൾ ആറിനെ വേരിയബിളായിട്ട് കണ്ട് അങ്ങ് ചെയ്താൽ മാത്രം മതി. അപ്പം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് കൊടുക്കുക. അങ്ങനെ ലിമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നു. ഓക്കെ, അത് ചെയ്ത് നോക്കുക. ഇതേപോലെയാണ് അടുത്ത പ്രോബ്ലംസും. ഇനിയും ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോബ്ലംസിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ട് തരാം. ഈ പ്രോബ്ലംസ് മാത്രം ചെയ്തിരിക്കുന്ന വീഡിയോസ് ഞാൻ സെപ്പറേറ്റ് ഇട്ട് തരാം. അപ്പം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതിങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്. ഇതേപോലെ ബാക്കി പ്രോബ്ലംസും എല്ലാം ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പം അതേപോലെ ഒരു ക്വസ്റ്റ്യനാണ് ഈ അടുത്തത് കിടക്കുന്നത്, എക്സാമ്പിൾ 3 എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നോക്കുക. യൂസ് എ പോളാർ ഡബിൾ ഇൻ്റഗ്രൽ ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് എൻക്ലോസ്ഡ് ബൈ ദ 3 പെറ്റൽഡ് റോസ് r ഈസ് ഈക്വൽ ടു സൈൻ 3 തീറ്റ. അപ്പോൾ നോക്കിയേ, ഇവിടെ ഒരു ഫിഗറാണത്. അതിന് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. r ഈസ് ഈക്വൽ ടു സൈൻ 3 തീറ്റയുടെ ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം അതിന് 3 പെറ്റലുള്ള ഒരു ഫ്ലവറായിട്ടാണ് അത് വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഒരു
ഈ പെറ്റലിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അതാണ് നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ. എ ഈക്വൽ ടു 3 ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡി എ. അപ്പം ഈ എ ആയിട്ട് എടുത്തിരിക്കുന്നത് ഈ ഒരു പെറ്റലിൻ്റെ ഏരിയയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പെറ്റലിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നോക്കിയേ, ഇവരിവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി. എന്താണ് ഇത്? 0 മുതൽ തീറ്റ ഈക്വൽ ടു 0 മുതൽ തീറ്റ ഈക്വൽ ടു π/3 വരെയാണ് ഒരു പെറ്റൽ വരുന്നത്. π/3 വരെയാണ്. ഓക്കെ, അപ്പം ഒരു പെറ്റലിൻ്റെ, അപ്പം അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത് 3 ഇൻറ്റു 0 ടു π/3 വന്നിരിക്കുന്നത്. ഇനിയും രണ്ടാമത്തത് കണ്ടുപിടിക്കാൻ വേണ്ടി 0 ടു sin 3 തീറ്റ. അപ്പം 0 ടു sin 3 തീറ്റ കൊടുക്കുന്നു. r ഈക്വൽ ടു sin 3 തീറ്റയാണ്. മനസ്സിലായോ? r ഈക്വൽ ടു sin 3 തീറ്റയാണ്. എന്ന് വെച്ചാൽ എന്താണ്? r ഈക്വൽ ടു 0 എന്നുള്ള സർക്കിളാണ് ഏറ്റവും ഒറിജിനിലുള്ളത്, അല്ലെങ്കിൽ ആ പോയിൻ്റ്. അപ്പോൾ 2 ഫങ്ഷൻസ് ആണല്ലോ വേണ്ടത്. അപ്പോൾ 2 ഫങ്ഷൻസ് ഇല്ലാത്തത് കൊണ്ടും നമുക്ക് വേണ്ടത് ഈ ഒരു പെറ്റലിൻ്റെ ഏരിയ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒറിജിൻ എന്നുള്ള r ഈക്വൽ ടു 0 എന്നുള്ള ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുക്കുന്നു. r ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ആ പോയിൻ്റ് അല്ലെങ്കിൽ ഒരു സർക്കിൾ, 0 റേഡിയസ് ആയിട്ടുള്ള സർക്കിളായിട്ട് അതിനെ ഒന്നാമത്തെ ഫംഗ്ഷനായിട്ട് എടുക്കുന്നു. ഇനി രണ്ടാമത്തെ ഫംഗ്ഷനായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്ന sin 3 തീറ്റ എന്നുള്ളത് എടുക്കുന്നു. അപ്പോൾ sin 3 തീറ്റ എടുക്കുന്നു. അപ്പോൾ sin 3 തീറ്റയ്ക്കും sin 3 തീറ്റയ്ക്കും 0യ്ക്കും ഇടയിലുള്ള റീജിയനായിട്ടാണ് ആ ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ എങ്ങനെ മാറുന്നു? ഇതേപോലെ മാറുന്നു. അപ്പം ഇതേപോലെ നമ്മൾ 3 ഇൻറ്റു ഇങ്ങനെ കിട്ടുന്നു. 3 ഇൻറ്റു 0 ടു π/3, 0 ടു sin 3, r വീണ്ടും കൊടുക്കണം, dr d തീറ്റ. അതിനെ സാധാരണ രീതിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം π/4 എന്ന് കിട്ടും. അത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഈ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ആകുമ്പോൾ നമുക്ക് 14.1 നമ്മൾ തീർന്നു. ഇപ്പം 14.2 14.3 ഇവിടെ തീരും. ഓക്കെ, 14.3 ഇവിടെ ഫിനിഷ് ആകുന്നത്. അപ്പം നമ്മൾ 1ഉം 2ഉം മൊഡ്യൂൾ ആദ്യമേ തീർന്നായിരുന്നു. ഇത് മൂന്നാമത്തെ മൊഡ്യൂളാണ് ഇപ്പോൾ ഇവിടെ തീരുന്നത്. അപ്പം ഈ മൊഡ്യൂളും കൂടെ കഴിഞ്ഞാൽ നമുക്കിനിയും ഒരു മൊഡ്യൂളും കൂടെ ആണ് ഉള്ളത്. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ നമുക്ക് തീരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അത് ചെയ്യാം. ഓക്കെ, താങ്ക് യു.